മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറിയായിരുന്നു ലാരിജാനി. ചൊവ്വാഴ്ചയാണ് ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. പിന്നാലെ ഇറാനും ലാരിജാനിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ സൈനിക നീക്കങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ലാരിജാനി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ലാരിജാനിക്കൊപ്പം മകനും ബോഡിഗാർഡും കൊല്ലപ്പെടുകയുണ്ടായി. ലാരിജാനിയുടെ മരണത്തെ രക്തസാക്ഷിത്വം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലാണ് ലാരിജാനിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇറാന്റെ ദേശീയ സുരക്ഷയിലും ന്യൂക്ലിയർ പോളിസിയിലും നിർണായക പങ്കുവഹിച്ച ആളാണ് ലാരിജാനി. പ്രത്യേകിച്ച് ഇറാന്റെ ന്യൂക്ലിയർ പോളിസിയിൽ അതിനിർണായകമായ പങ്കാണ് ലാരിജാനിക്കുള്ളത്. ഇറാനിലെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറയുന്നു. ഇറാനിലെ ഉന്നതരെ ലക്ഷ്യമിട്ട് ഇസ്രയേലും യുഎസും നടത്തുന്ന ആക്രമണങ്ങൾ സംഘർഷം ശക്തമാകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഇറാനിലെ ബാസിജ് മിലിഷ്യ ഫോഴ്സിന്റെ കമാൻഡറായിരുന്ന ഖോലം റൈസ സുലൈമാനിയും ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് അദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിച്ചത്. മിസാൻ വാർത്താ ഏജൻസി വഴിയാണ് മരണങ്ങൾ ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചത്. 2 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ മരണം ഇറാന് ഇരട്ട പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഭരണ നേതൃത്വത്തെ ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഉന്നതരുടെ മരണത്തോടെ ഇറാൻ ഇസ്രായേൽ യുഎസ് സംഘർഷം അതിനിർണായകമായ തലത്തിലേക്ക് ഉയർന്നതായാണ് വിലയിരുത്തൽ. ഉന്നത നേതാക്കളുടെ മരണത്തിന് പിന്നിലെ ശക്തമായ തിരിച്ചടി തുടരുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം ഇറാൻ നടത്തി. ഇസ്രായേൽ തലസ്ഥാനമായ തെൽ അവീവ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ക്ലസ്റ്റർ വാർഹെഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും മറികടക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ക്ലസ്റ്റർ ആക്രമണം ഇസ്രയേലിന് തലവേദനയാകുമെന്നാണ് വിലയിരുത്തൽ. മിസൈൽ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടുമുകളിൽ എത്തുമ്പോൾ നിരവധി ചെറുബോംബുകളായി താഴേക്ക് പതിക്കും. ഇതാണ് ക്ലസ്റ്റർ ആയുധങ്ങളുടെ പ്രത്യേകത. ഇതിനെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാണെന്നാണ് വിദഗ്ധർ പറയുന്നത്.